നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാനി എന്ന് പറയുന്ന എളാമയുടെ വീട്ടിൽ വിശ്രമിക്കുന്നതായ വേളയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രവാചകരെ വിളിച്ചുണർത്തുകയാണ്. ആദരവായ പ്രവാചകനെ പറയുന്നു, എന്റെ ഹൃദയം പുറത്തെടുക്കുകയാണ്. ആ ഹൃദയത്തെ മലക്കുകളിതാ സംസം വെള്ളം കൊണ്ട് കഴുകിയത്രേ. എന്നിട്ട് അതിനുള്ളിലേക്ക് പവിത്രമാക്കപ്പെട്ട ഈമാനിനെയും ഹിക്മത്തിനെയും കൊണ്ട് നിറയ്ക്കുകയാണ്. വീണ്ടും പഴയതുപോലെ ശസ്ത്രക്രിയ പൂർത്തീകരിച്ച് എന്റെ ഹൃദയത്തെ വീണ്ടും പഴയതുപോലെ വെക്കുകയാണ്. എന്നിട്ട് എന്നോടായി പറഞ്ഞു, ഖും യാ റസൂലല്ലാഹ് വതുഫ് ബിൽ ബൈതി സബആ. നബിയേ, എഴുന്നേൽക്കൂ റസൂലേ, നമുക്കൊരു യാത്ര പോകാം ഹബീബേ. അല്ലാഹുവിന്റെ റസൂലിനെയും വിളിച്ചുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ടതായ പരിശുദ്ധ കഅബയുടെ പരിസരത്തേക്ക് കൊണ്ടുപോയാണ്. മസ്ജിദുൽ അഖ്സ പരിശുദ്ധമാക്കപ്പെട്ടതായ കഅബയുടെ പരിസരത്ത് വന്ന് നബിയോട് പറയുന്നു, നബിയേ, തുഫ് ബിൽ ബൈതി സബഅ, ഈ വിശുദ്ധമാക്കപ്പെട്ട കഅബ 7 പ്രാവശ്യം തവാഫ് ചെയ്യൂ റസൂലേ. ബറക്കത്തുടയവനായ അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. ബറക്കത്തുള്ള കേകമാകുന്ന പവിത്രമാക്കപ്പെട്ടതായ കഅബ വന്നുകൊണ്ട്, ബറക്കത്താക്കപ്പെട്ടതായ കഅബയിൽ വന്നുകൊണ്ട് തവാഫ് നിർവഹിക്കൂ റസൂലേ. ബറക്കത്തുള്ള ഒരു യാത്ര പോകാം ഹബീബേ. നുബുവത്ത് കിട്ടിയിട്ട് 11ാമത്തെ വർഷമാണ് സംഭവം. 10ാമത്തെ വർഷം 49 വയസ്സും 6 മാസവും എത്തി നിൽക്കുന്ന വേളയിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന പിതൃവ്യനാകുന്ന അബൂ ത്വാലിബ് റമദാൻ 12 മരണപ്പെട്ടതിന്റെ വേർപാടിൽ നൊമ്പരപ്പെട്ട് നിലകൊള്ളുന്ന പ്രവാചകന് റമദാൻ 15 ആകുമ്പോഴേക്ക്, അഥവാ 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട പ്രിയതമയാകുന്ന ഭാര്യയാകുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും വഫാത്താവുകയാണ്. 2 മരണങ്ങൾ കുടുംബത്തിൽ നടക്കുകയാണ്. ആദരവായ പ്രവാചകർ വല്ലാതെ വിഷമിക്കുകയാണ്, ദുഃഖിച്ച് നിലകൊള്ളുകയാണ്. 1 വർഷത്തോളം വ്യസനിച്ച് ദുഃഖിച്ച് നിലകൊണ്ടതായ പ്രവാചകർക്ക് അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷത്തിന്റെ യാത്ര തൊട്ടടുത്ത വർഷം പരിശുദ്ധമായ റജബ് 27-ാം രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് കൊണ്ടുപോയാണ്. കാരണം ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തിയല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകർക്ക് ഇനി കാണാനുള്ളത് അല്ലാഹുവിനെ മാത്രമാണ്. ബാക്കിയുള്ള സർവ്വതും ആ പ്രവാചകന്റെ താഴത്തെ തട്ടിൽ നിലകൊള്ളുന്ന വസ്തുക്കളാണ്. മുകളിൽ നിലകൊള്ളുന്ന പടച്ചറബിനെ നേർക്ക് നേരെ ഒന്ന് കാണാൻ, തന്റെ മുകളിൽ നിലകൊള്ളുന്ന അല്ലാഹുവിനെ നേർക്ക് നേരെ കാണാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ആദരവായ പ്രവാചകരോട് പറയുന്നു, നബിയേ, തങ്ങളൊന്ന് തവാഫ് ചെയ്യോ റസൂലേ. ഹബീബായ നബി തങ്ങൾ സന്തോഷത്തോടുകൂടി പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇതാ പവിത്രമാക്കപ്പെട്ടതായ ബുറാഖ് എന്ന വാഹനത്തെ കൊണ്ടുവരപ്പെടുകയാ. എന്നോട് പറഞ്ഞു, ഇർകബ് യാ മുഹമ്മദോ, മുഹമ്മദേ കയറൂ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ബുറാഖ് എന്ന വാഹനത്തിലേക്ക് കയറുകയാണ്. ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്. ഇമാം ബുഖാരി ഓർമ്മപ്പെടുത്തുകയാണ്, വഹിയ ദാബത്തുൻ അബിയളു ഫൗഖൽ ഹിമാർ വദൂനൽ ബഗ്ലി. വെളുത്ത നിറത്തിലുള്ളതായ മൃഗമാണ്, വെളുത്ത നിറത്തിലുള്ള ഒരു മൃഗമാണ് ബുറാഖ് എന്ന വാഹനം. തവീലുൻ, നീളമുള്ളതായ മൃഗമാണ്. പഠിച്ചു വെക്കണേ, കാലാമ്പൂരിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിം സഹോദരങ്ങളെ, യുവതികളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, ആദരവായ പ്രവാചകന് നൽകപ്പെട്ടതായ ബുറാഖ് എന്ന വാഹനത്തെ കുറിച്ച് നബിതങ്ങൾ തന്നെ വർണ്ണിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. വഹിയ ദാബത്തുൻ നബിയദൂ തവീലുൻ ഫൗഖൽ ഹിമാർ വദൂനൽ ബഗ്ലി. കഴുതയേക്കാൾ ഉയർന്നതും എന്നാൽ കോവർ കഴുതയേക്കാൾ പൊക്കം കറുവുമുള്ള നല്ല വെളുത്ത നിറത്തിലുള്ള നീളമുള്ളതായ ഒരു മൃഗമാണ് ബുറാഖ് എന്ന വാഹനമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യളഉ ഹാഫിറതഹു ഇന്ത മുൻതഹാ തർഫിഹി.
ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ബുറാഖ് എന്ന വാഹനത്തിൻ്റെതായ വേഗതയെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്. അതിന്റെ നോട്ടം എവിടെയാണോ എത്തുന്നത് ആ സ്ഥലത്തേക്ക് ഓരോ ചവിട്ടടി വെക്കുകയാണ്, അതിന്റെ കുളമ്പടി വെക്കുകയാണ്. അത്രയേറെ അതിശക്തമാകുന്ന വേഗതയിൽ, അതിശീഘ്രമാകുന്ന വേഗതയിൽ, നല്ല സ്പീഡിൽ പോകുന്നതായ വാഹനമാണ്. അതിനുള്ളിലേക്ക് കയറാൻ എന്നോട് പറഞ്ഞു. ഞാനും ജിബ്രീലും അതിനുള്ളിലേക്ക് കയറുകയാണ്, പറക്കുകയാണ്. സെക്കൻഡിനുള്ളിൽ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ നിന്ന് 2 മാസത്തെ വഴി ദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക്, പലസ്തീനിന്റെ മണ്ണിലേക്ക് പറന്നു പോകുകയാ. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ ആ യാത്രയെ കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു لنريه من آياتنا إنه هو السميع البصير. തന്റെ അടിമയെ രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്രയാണം നടത്തി കൊണ്ടുവന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അത്ഭുതത്തിന്റെ ഒരു യാത്രയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര, അഥവാ മക്കയിലെ വിശുദ്ധമായ കഅബയുടെ പരിസരത്ത് നിന്ന് പലസ്തീനിലെ പുണ്യമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ 2 മാസത്തെ വഴിദൂരം. അന്ന് നല്ല ഒരു ആരോഗ്യമുള്ള കുതിരയുടെ പുറത്ത് വേഗതയിൽ നിർത്താതെ സഞ്ചരിച്ചാൽ 2 മാസം എടുക്കും പലസ്തീനിലേക്ക് എത്താൻ. അന്ന് അക്കാലഘട്ടം അവിടേക്കാണ് രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും എത്തുന്നത്. അതിന്റെ പേരാണ് ഇസ്റാ. ആ യാത്രയുടെ പേരാണ് ഇസ്റാ. ഈ കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, എന്താ ഇസ്റാ മിഅ്റാജ്? മിക്കവർക്കും അത് അറിയില്ല. എല്ലാവരും ഓർമ്മ അത് അറിയാം. ആർക്കറിയാം? ഇസ്റാ വേറെ, മിഅ്റാജ് വേറെ, രണ്ടും രണ്ടാണ്. പറയുമ്പോ ഒന്നിച്ച് പറയും ഇസ്റാ മിഅ്റാജ്. ഇസ്റാ എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ പലസ്തീനിലേക്കുള്ള യാത്രയാണ്. എന്ത്? ഇസ്റാ. അതേ രാത്രിയിൽ നിന്ന് തന്നെ നേരം പുലരുന്നതിന് മുമ്പ് മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ള ഖുബ്ബത്തു സഹ്റായിൽ ഒരു പാറയുടെ പുറത്ത് നിന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയി. വഉറൂജുഹു ഇലാ മാ ശാ അല്ലാഹു ഫൗഖസ് സമാവാതി സബ്ഇ ഹുവൽ മിഅ്റാജ്. അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് എത്തി. പലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ള ഖുബ്ബത്തു സഹ്റായിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് അവിടെ നിന്ന് എത്തിയതിനാണ് എന്ത് പറയുന്നത്? മിഅ്റാജ്. ഇത് രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ഒറ്റ രാത്രിയിൽ തന്നെയാണ് നടന്നത്. അതും വളരെ കുറഞ്ഞ സമയം. അതുകൊണ്ടാണ് ലൈലൻ എന്ന് നെക്കറയായി പ്രയോഗിച്ചത്. സദസ്സിൽ സാധുമാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, അവർക്കറിയാം. അലിഫ്ലാം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ മഅരിഫയാക്കാതെ ലൈലൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം വളരെ കുറഞ്ഞ സമയത്തെ യാത്രയാണ്. രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം. ഉമ്മഹാനിന്റെ വീട്ടിൽ, എളാമയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു, വിളിച്ചു കൊണ്ടുപോകുന്നു, തവാഫ് ചെയ്യുന്നു. പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അള്ളാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് കൊണ്ടുപോയി. നേരം പുലരുന്നതിന് മുമ്പ് ആള് തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആകാശഭൂമികൾ മുഴുവൻ കറങ്ങിയിട്ട് വന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാകുമ്പോഴേ അത്ഭുതമുള്ളൂ. ഇത് അന്നത് പറഞ്ഞപ്പോ വലിയ അത്ഭുതം എല്ലാവർക്കും. ഇന്ന് സത്യത്തിൽ ഇത് അത്ഭുതമേ അല്ല. കാരണം ഇന്ന് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് അമാനിലേക്ക്, ജോർദാനിലെ അമാൻ എയർപോർട്ടിലേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം മതി. ഒറ്റ രാത്രി കൊണ്ട് എത്തിച്ചു വരാം. ഫ്ലൈറ്റ് മാർഗം. അന്ന് ഫ്ലൈറ്റും ഇല്ല, ഒരു സംഭവം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അന്നുള്ള ജനതയോട് ഇത് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ മുർത്തദ്ദായി പോയി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയുണ്ടായി. ഇസ്ലാമിന്റെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ചിലർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ നടന്നു വരുന്ന വലിയൊരു ആചാര അനുഷ്ഠാനമാണ്
ചേലാകർമ്മം എന്ന് പറയുന്ന സുന്നത്ത് കല്യാണം ആണോ അല്ലയോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കേരള ഹൈക്കോടതിയിലേക്ക് ഒരാൾ ഹർജി കൊടുത്തു. മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണത നിർത്തണം എന്ന് പറഞ്ഞാൽ അവന്റെ ലിംഗത്തിന്റെ അഗ്രം വിച്ഛേദിക്കുന്ന ഈ പ്രവണത അത് മനുഷ്യനെതിരാണ്, മനുഷ്യഹത്യയാണത്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഹർജി കൊടുത്തിരിക്കുകയാണ്. ഏതോ ഒരുത്തൻ ബുദ്ധിയും ശൂന്യനായ ഒരു വ്യക്തി. എന്നാൽ ഇതേ നാട്ടിൽ തന്നെ ലിംഗം പരിപൂർണമായി വിച്ഛേദിച്ച്, ഇത് അഗ്രമാണ്, ലിംഗം പൂർണ്ണമായി വിച്ഛേദിച്ചിട്ട് സ്ത്രീയായി ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ആണോ അല്ലേ? ഉണ്ടല്ലോ. അവർക്ക് എല്ലാവിധ കൊടയും പിടിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഈ കൂട്ടർ. എന്തു വിരോധാഭാസം! ചിന്തിക്കാൻ പറഞ്ഞത്. ഇതേ കാലയളവിൽ തന്നെ ലിംഗം പൂർണ്ണമായി വിച്ഛേദിച്ചിട്ട് സ്ത്രീയായി നടക്കുന്ന ആളുകളുണ്ട്. ഉള്ള 2 സ്ഥാനങ്ങളും പരിപൂർണമായി മുറിച്ചു കളഞ്ഞിട്ട് എന്റെ കുഞ്ഞിന് കൊടുക്കാൻ പാലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നതായ ഒരു ചെറുപ്പക്കാരന്റെ ചിത്രവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. യഥാർത്ഥത്തിൽ പെണ്ണാണ്, പക്ഷെ ആണായി ചമഞ്ഞിട്ട് നിൽക്കാണ്. ഗർഭപാത്രമുണ്ട്, ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടില്ല. 2 സ്ഥാനങ്ങളും പരിപൂർണമായി മുറിച്ചു മാറ്റി. ഗർഭം ധരിച്ചു, കുഞ്ഞ് പ്രസവിച്ചു. ഇനി ആ കുഞ്ഞിന് കൊടുക്കാൻ പാലില്ല, കാരണം ഞാൻ എന്റെ 2 സ്ഥാനങ്ങളും മുറിച്ചു മാറ്റിയല്ലോ എന്ന് പറഞ്ഞ് കണ്ണീർ വാർക്കാണ് മീഡിയയ്ക്ക് മുന്നിൽ നിന്ന്. എന്താണ് ഈ ലോകത്തിന്റെ വിരോധാഭാസം? അതൊന്നും എന്തല്ല, മനുഷ്യഹത്യയല്ല, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യവുമല്ല. അതിനെതിരെ ആർക്കും ഒരു ഹർജിയും വേണ്ട. പിന്നെന്തിനാ? ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ എല്ലാ പ്രവാചകന്മാരും പിന്നീട് ഇങ്ങോട്ടുള്ളതാകുന്ന അമ്പിയാക്കളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ജനിച്ചു വീണപ്പോൾ മഖ്തൂനായിരുന്നു അല്ലേ? നമ്മളെല്ലാവരും പഠിച്ചതിന്റെ ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലാണ് പ്രവാചകർ പ്രസവിക്കപ്പെട്ടത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ഔലിയാക്കളും മഹത്തുക്കളും അയിമ്മത്തുകളും സജ്ജനങ്ങളും സാലിഹീങ്ങളും സലഫ് സാലിഹീങ്ങളും എല്ലാ സഹോദരങ്ങളും ചെയ്തു വന്നതായ വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ചേലാകർമ്മം. അത് ചെയ്യണ്ട എന്ന് വാദിച്ചിരുന്നതായ ആളുകൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് യഹൂദന്മാര് ചെയ്യുന്നുണ്ട്, ജൂതന്മാര് ചെയ്യുന്നുണ്ട്, നസ്രാണികൾ ചെയ്യുന്നുണ്ട്, വലിയ വലിയ ഡോക്ടേഴ്സുമാർ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ ശാസ്ത്രം പറയുന്നു ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് പലവിധത്തിലുള്ളതാകുന്ന രോഗങ്ങൾ വരും, അണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അണുബാധ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ ചേലാകർമ്മം ചെയ്യൽ ഉത്തമമാണ്. ഇന്നിപ്പോ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ലിംഗാർബുദം രോഗം, ക്യാൻസർ, മാരകമാകുന്ന രോഗം ഒരിക്കൽ പക്ഷേ അവന് പിടിപെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചേലാകർമ്മം ചെയ്യൽ നല്ലതാണ്. ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണ്. ഇപ്പോ എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് ചിന്തിക്കണം. ഇസ്ലാം അന്ന് പറഞ്ഞിരുന്ന ഇബ്രാഹിം നബിയുടെ കാലത്ത് കൊണ്ടുവന്നിരുന്നതായ കാര്യം ഇന്നത്തെ തലമുറയിൽ ശാസ്ത്രം വിളിച്ചു പറയുന്നു അത് ചെയ്യൽ നല്ലതാണ്. ഇങ്ങനെയാണ് എല്ലാ കാര്യവും. ഇതേപോലെ തന്നെയായിരുന്നു ഇസ്രാഉം മിഅ്റാജും. അന്ന് ജനങ്ങൾ എതിർത്തു, കാരണം അന്ന് ഫ്ലൈറ്റ് ഇല്ല. ഈ പോയി പറഞ്ഞതുപോലെ പെട്ടെന്ന് പോയിട്ട് ഒറ്റ രാത്രി കൊണ്ട് 2 മാസത്തെ വഴിദൂരം പോകേണ്ട സംഭവമൊക്കെ ഒറ്റ രാത്രി പോയിട്ട് വന്നു. അവിടെ നിന്ന് അള്ളായെ കണ്ടിട്ട് വന്നെന്നൊക്കെ പറയുന്ന മുഹമ്മദ് വട്ട് പറയാൻ എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ച ആളുകൾ തന്നെ മുർത്തദായി പോയിട്ടുണ്ട്. അന്ന് ധാരാളം ആളുകൾ. അന്ന് വിശ്വസിച്ച വ്യക്തിക്ക് നബി വെച്ചുകൊടുത്ത പേരാണെന്ത്? സിദ്ദീഖ്. ആർക്ക്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ആ പേര് കിട്ടുന്നത്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ഇസ്ലാമിൻ്റെതാകുന്ന ആചാര അനുഷ്ഠാനങ്ങൾ പ്രാകൃതമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും പിൽക്കാലത്ത് ശാസ്ത്രലോകം തന്നെ അത് അംഗീകരിച്ചതായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതാണ് ഞാൻ സാന്ദർഭികമായി ഇടയ്ക്കൊന്ന് പറഞ്ഞത്. എല്ലാവരും അംഗീകരിക്കും. ഏതായിരുന്നാലും പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്തിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. പ്രവാചകരുടെ പിന്നിൽ എല്ലാ നബിമാരും വന്നുകൊണ്ട് പ്രവാചകരുടെ പിന്നിൽ അണിനിരന്നു. ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിച്ചു. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. سريت من حرمي ليلا إلى حرمي كما سرى البدر في داج من الظلم وقدمتك جميع الأنبياء به والرسل تقدم مخدوم على خدمي مولاي صل وسلم
لم دائما أبدا على حبيبك خير الخلق كلهم. ഇരുളുകളെ വിച്ഛേദിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ രാവിൽ റജബ് 27 രാവിൽ അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബുറാഖെന്ന വാഹനത്തിൽ 2 മാസത്തെ വഴിദൂരം വളരെ സെക്കൻഡുകൾക്കുള്ളിൽ താണ്ടി വന്നുകൊണ്ട് പ്രവാചകർ 2 റക്അത്ത് നമസ്കരിക്കുമ്പോ എല്ലാ അമ്പിയാക്കളും പ്രവാചകർക്ക് പിന്നിൽ മഅ്മൂമായി നിലകൊള്ളുകയാണ്. അവർക്കെല്ലാവർക്കും നേതാവല്ലേ സയ്യിദുൽ അംബിയാ ഹബീബ് മുഹമ്മദ് മുസ്തഫ. 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞപ്പോൾ പ്രവാചകർക്ക് 2 പാത്രങ്ങളിൽ 2 സാധനങ്ങൾ കൊണ്ടുവരപ്പെട്ടു. ഒന്ന് കള്ളാണ്, മറ്റൊന്ന് നല്ല പാലാണ്. പരിശുദ്ധ പ്രവാചകർ പാല് തിരഞ്ഞെടുത്തു. ഉടനെ മലക്ക് പറഞ്ഞു അത്രേ, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലൗ ഇഖ്തറതൽ ഖംറാ ലഗവതു ഉമ്മതുക. നബിയെ, തങ്ങളെങ്ങാണം മദ്യം തെരഞ്ഞെടുത്തുവെങ്കിൽ തങ്ങളുടെ ഉമ്മത്ത് പരിപൂർണമായി നശിച്ചു പോയേനെ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി. തങ്ങൾ തിരഞ്ഞെടുത്തത് ഇഖ്തറതൽ ഫിത്രത യാ റസൂലല്ലാഹ്, സന്മാർഗലബ്ധിയാണ്, സന്മാർഗലബ്ധിയാണ്. ഒരിക്കലും തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് പരിപൂർണമായി പിഴവുണ്ടാവുകയില്ല. തങ്ങളെങ്ങാണം കള്ളാണ് തിരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ ഉമ്മത്ത് മുഴുവനും പിഴച്ചു പോയേനെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞുവെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എങ്ങാണം കള്ള് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ലോകം മുഴുവൻ നശിച്ചേനെ. നബി പാല് തെരഞ്ഞെടുത്തിട്ട് തന്നെ ഇവിടെ കൗമ കണ്ടില്ലേ മദ്യം നുകരുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ മദ്യം പോയി. മദ്യം ഒരു വ്യക്തി ഒരു 2 വർഷമെങ്കിലും തുടർച്ചയായി നല്ലതുപോലെ അടിക്കുമ്പോൾ മാത്രമെങ്കിൽ അവൻ അതിന് അഡിക്റ്റ് ആവുള്ളൂ. ഇപ്പൊ അതൊന്നുമല്ല. ഇപ്പൊ 3 ആഴ്ചയൊക്കെ ഉപയോഗിച്ചാൽ മതി. MDMA LSD തുടങ്ങിയിട്ടുള്ള എം അടിക്കാന്ന് പറയും പിള്ളേരങ്ങനെ പറയാ. എം അടിക്കുക അല്ലെങ്കിൽ നല്ല സ്പീഡ് അടിക്കുക, അങ്ങനെയൊക്കെയാണ് അവരുടെ കോഡ് ഭാഷയാണ്. എം അടിക്കാന്ന് പറഞ്ഞാൽ MDMA ആണ്. മനസ്സിലായില്ലേ? മനസ്സിലായിക്കോണോ? വാപ്പമാർക്ക് ഇതൊക്കെ കോഡ് ഭാഷ കുറച്ച് പഠിച്ചു വെക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ എം അടിക്കാനെന്ന് പറയുമ്പോൾ നമ്മൾ പൈസ എടുത്ത് കൊടുക്കും. പെട്രോൾ അടിക്കാനോ കണ്ടെന്നോ പറഞ്ഞാന്ന് കരുതിയിട്ട് അപ്പൊക്കെ അറിയാൻ വരും. അതുകൊണ്ട് പഠിച്ചു വെക്കാൻ. എം അടിക്കാന്ന് പറഞ്ഞാല് പെട്രോൾ അടിക്കാല്ല, സാധനം അടിക്കാൻ വേണ്ടി വേറെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മക്കളുടെ കോഡ് ഭാഷയാണ് MDMA LSD തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. ഇന്നലത്തെ ദിവസം ന്യൂസ് ചാനൽ എടുത്തു നോക്കി നിങ്ങൾ. 24 അടക്കമുള്ള ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തതാകുന്ന വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി 7ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 9ാം ക്ലാസ്സിലെത്തി നിൽക്കുന്നു. ആ കുട്ടി ഇങ്ങനെ ഒരു തട്ടമിട്ടിട്ട് ന്യൂസുകാരോട് ന്യൂസ് കൊടുക്കുന്ന രംഗാണ് കാണുന്നത്. ഞാനപ്പോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വടച്ചറബ് ഇത് ഏതാ കുട്ടി? മുസ്ലിമാണോ അമുസ്ലിമാണോ ഏതാണെങ്കിലും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയല്ലേ. ഈ കുട്ടിക്ക് എന്താ ഇങ്ങനെ വന്നത്? തലയിൽ തട്ടം ഇട്ടുകൊണ്ട് ഒരു സംശയം മുസ്ലിമാണോ എന്നുള്ളത്. അങ്ങനെ വർത്തമാനം പറഞ്ഞു വന്ന് കുട്ടി പറയാണ്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാകുന്ന ഒരുത്തനുമായി ഞാൻ ലഹരി ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. എനിക്ക് അവൻ ആദ്യമായി തന്ന സാധനമാണ് മയക്കുമരുന്ന്. സോഷ്യൽ മീഡിയയിലുള്ള സംഭവമാണ് എന്ത്? ഇൻസ്റ്റഗ്രാം. വാട്സാപ്പ് എല്ലാവർക്കും അറിയാം. വാട്സാപ്പ് അറിയാത്ത വാപ്പമാര് കുറവാണ്. 78 കഴിഞ്ഞാലും വാട്സാപ്പിനകത്താണ് സ്റ്റാറ്റസ് വെക്കാണ്. ഇപ്പൊ ഞാനിതാ കാലാമ്പൂരിരിപ്പുണ്ട്. അങ്ങനത്തെ വാപ്പമാര്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് ദീർഘായുസ്സ് നൽകട്ടെ. എവിടെ പോയാലും സ്റ്റാറ്റസ് ഇടുന്ന ചില ടീമുകളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് അബദ്ധത്തിൽ പറ്റും, വലിയ അബദ്ധങ്ങൾ ഉണ്ടാക്കും. ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. 7ാം ക്ലാസ്സിൽ തുടങ്ങിയതാകുന്ന ആ ബന്ധം ഇൻസ്റ്റഗ്രാമിലൂടെ തുടങ്ങിയത്. ഇപ്പൊ കൂടുതൽ പ്രണയം വെക്കുന്നതും ബന്ധങ്ങൾ വെക്കുന്നതും ഒക്കെ ചെറുപ്പക്കാരികളും ഒക്കെ ഇപ്പൊ അതിലൂടെയാണ്. ഫേസ്ബുക്ക് ഒക്കെ മാറി, ഇപ്പൊ ഇൻസ്റ്റഗ്രാം ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് യുഗം. അതിലൂടെയാണ് ചാറ്റിംഗ് നടത്തുക. അങ്ങനെ കണക്ഷൻ ഉണ്ടായി. അവൻ എനിക്ക് കൊണ്ടുവന്നതാകുന്ന ലഹരി MDMAയും LSDയും ഒക്കെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. എത്ര വയസ്സുണ്ട്? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ചിന്തിക്കണം നമ്മൾ.
അവളുടെ ധൈര്യം മൊബൈൽ ഫോൺ കൊടുത്തിരിക്കുകയാണ്, ഓൺലൈനായി പഠിക്കാൻ കൊടുത്തതാണ്. ഈ കോവിഡിന്റെ സാഹചര്യത്തിലെ 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ആ ടൈം തന്നെയാണ്. ഇപ്പൊ 8, 9 2 വർഷം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. ഓൺലൈൻ പഠിക്കാൻ വേണ്ടി കൊടുത്തതാകുന്ന മൊബൈൽ ഫോണിലൂടെ ഉണ്ടായ നാശമാണ് ഈ പറയുന്നത്. വാപ്പയും ഉമ്മയും അറിയാതെ കുഞ്ഞ് മറ്റൊരുത്തനുമായി കണക്ഷനായി അവൻ കൊണ്ടുവന്ന് കൊടുത്ത ലഹരിയുടെ ഉപയോഗം അടിക്കടി കൂടി ഇപ്പൊ 9ാം ക്ലാസ്സിൽ എത്തി നിൽക്കാൻ, ഇപ്പൊ അതില്ലാതെ ജീവിക്കാൻ പറ്റൂല, മുന്നോട്ട് പോകാൻ പറ്റൂല, ആ രീതിക്കുള്ള അവസ്ഥയാണ്. എന്താണ് അവസ്ഥ? അവള് പറയുന്നു, ഞാൻ ഇന്നിപ്പോ ഇതിന്റെ കാരിയറാണ്. കാരിയർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ സാധനം കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്, സ്വന്തം ഉപയോഗിക്കല്ല. ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്കും എൻ്റെതാകുന്ന സുഹൃത്തുക്കൾക്കും ഒക്കെ, ഇൻസ്റ്റഗ്രാമിലുള്ള ഫ്രണ്ട്സുകൾക്കും ഒക്കെ, അവരെല്ലാവർക്കും ഞാൻ ഈ സാധനം എത്തിച്ചു കൊടുക്കുകയാണെന്ന്. MDMA LSD ഇതടിച്ചാൽ 16 മണിക്കൂറോളം നിർത്താതെ നൃത്തം ചവിട്ടും എന്ന് പറഞ്ഞാൽ ഒരു ലെവലും ഉണ്ടാവൂല, ഉന്മാദ ലഹരിയിൽ വേറെ ഹാലിൽ ആള് പോവാൻ. നമ്മുടെ മക്കളൊക്കെ ഇതിന് അഡിക്റ്റാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ച് ഈ കുട്ടി ഏത് തരത്തിലാണെന്ന് ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി പറയാണ്, ഞാൻ എൻ്റെ ഉമ്മച്ചി ഒന്നും അറിയാതെയാണ് ഇത് ചെയ്യലെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഉമ്മച്ചി കുട്ടിയാണ്, മുസ്ലിം പെണ്ണ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിം പെൺകുട്ടി 7ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് എന്ത്, ലഹരി ഉപയോഗിക്കുക. ചിന്തിക്കണം. അതും ഒരു ബന്ധവും ഇല്ലാത്തവരുമായി ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടിട്ട് സാധനം എത്തിക്കുക. അപ്പൊ ഇയാൾ ചോദിക്കുക വീണ്ടും മാധ്യമപ്രവർത്തകൻ ആകാംക്ഷയോടുകൂടി, മോൾ എങ്ങനെയാ അത് ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ക്രമവും പറഞ്ഞു കൊടുക്കുക. ഞാനത് പറയുന്നില്ല, ഇപ്പൊ പറഞ്ഞാൽ അറിയാത്ത പിള്ളേരും കൂടെ തുടങ്ങും. അതുകൊണ്ടാണ് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ തന്നെ പേടിയാണ്. അപ്പൊ അവള് പറഞ്ഞു കൊടുക്കാണ് ഇതിൽ ഉപയോഗിക്കുന്ന ക്രമം, അതിങ്ങനെ ഇട്ടിട്ട് ഇന്ന രീതിക്കാണ്, ഇന്ന രീതിക്ക് വലിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞ് അവള് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നല്ല കൃത്യമായിട്ട് പക്കായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുക, അല്ലാതെ കെട്ടിച്ചു വിട്ടിട്ടൊന്നുമില്ല. ആലോചിച്ചോ, മുസ്ലിം പെൺകുട്ടി എവിടെയാണ് ലോകമെത്തിയിരിക്കുന്നത്, അതും കേരളക്കാർ. ഏത് ജില്ലയാണെന്ന് അല്ലാഹു അഅലം. ഏത് ജില്ല ആയിക്കോട്ടെ, ഇനി മുസ്ലിം അല്ല അമുസ്ലിം ആയിക്കോട്ടെ, ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് ലോകം, എവിടെയാണ് എത്തിച്ചേരുന്നത്? നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ മക്കളിൽ നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തണം. അത് കേട്ട് വെറുതെ പോയാൽ പോരാ. നമ്മൾ മുത്തുനബിയെ പറഞ്ഞിട്ട് പോകുമ്പോൾ ആ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ അനുധാവനം ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കളെ, പടപ്പുകളെ നമുക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ നാശമാണ്, നഷ്ടമാണ് അടുത്ത തലമുറയിൽ ഉണ്ടാവുക. ശരിക്കും ശ്രദ്ധിച്ചോ? പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഉമ്മമാര് ശ്രദ്ധിക്കൽ. വാപ്പയും ഉമ്മയും ഒക്കെ കബളിപ്പിക്കുന്ന മക്കളായി ഇന്നത്തെ മക്കൾ മാറാൻ. മൊബൈൽ ഫോണിൽ അവൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറുകളൊക്കെ നിങ്ങളൊന്ന് ഡയൽ ചെയ്ത് നോക്കണം. അക്ബർ എന്ന് പറഞ്ഞ് അടിച്ചിട്ടിരിക്കുന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന നിന്റെ മകന്റെ കൂട്ടുകാരനായി അവൻ പരിചയപ്പെടുത്തിയ ആ നമ്പർ നീ ഡയൽ ചെയ്താൽ അപ്പുറത്ത് അമീന ആയിരിക്കും സംസാരിക്കുന്നത്. അക്ബറിന് അവിടെ അടിച്ചിട്ടേക്കുന്നത്. ഉമ്മ എന്നെ കോള് വരുമ്പോഴത്തേക്ക് എടുത്തോണ്ട് വരും, മോനെ ദേടാ നിന്റെ കൂട്ടുകാരൻ അക്ബർ വിളിക്കും. അള്ളാഹു അക്ബർ, വേഗം കൊണ്ടുപോവാ. വേഗം എടുത്ത് വിളിക്കുന്ന അപ്പുറത്ത് വേറെ താത്തായ അമീന താത്ത. കോഡ് ഭാഷയായിരുന്നു അക്ബർ. പെണ്ണുങ്ങൾ ഇതേപോലെ തന്നെ അമീനാന്ന് എഴുതിയിട്ടിരിക്കുകയാണ്, ഇപ്പുറത്ത് വേറെ ടീമാണ് സംസാരിക്കുന്നത്, ജോസഫുമായിട്ട് വർത്താനം. അപ്പൊ ഉമ്മ തന്നെ എടുത്തോണ്ട് കൊടുക്കുന്നത്, മോളെ നിന്റെ അമീന ഐഷ കണ്ട് കൂട്ടുകാരി അല്ലേ? ആ എന്റെ കൂട്ടുകാരി. ഉമ്മയുടെ മുന്നിൽ തന്നെ എന്താണ് റെഡി കൂട്ടാ, ഉമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ വിളിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ നടക്കുന്ന സംഭവം ഈ പറയുന്നത് കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ? അപ്പൊ പിള്ളേരിരുന്ന് ഫോൺ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അത്ര വലിയ വിളവുകൾ ഇവിടെ കാണിക്കുന്നത് സമൂഹം. നഊദു ബില്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയിലെത്തി 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം ആദരവായ പ്രവാചകരെ സുന്ദരമായ മിഅ്റാജിന് വേണ്ടി തയ്യാറാക്കുകയാണ്. പ്രവാചകർക്ക് കൊടുത്തതായ പാല് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടുകൂടി കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുബ്ബത്തു സഖറായിൽ നിന്ന് പ്രവാചകരെ കൊണ്ടുപോയാണ്. നല്ലൊരു യാത്ര പോകുമ്പോൾ അതിനിടയിൽ ഇടയ്ക്ക് നല്ല കടയിലോ പരിചയമുള്ളിടത്തൊക്കെ പോയിട്ട് നല്ല വെള്ളം എന്തെങ്കിലും കുടിക്കണം. ഇവിടെ ഇപ്പൊ ഒരു യാത്ര പോവാണ് നബി തങ്ങൾ, രാത്രിയിലാണ്. അപ്പൊ നല്ല പാല് കുടിക്കുക. രാത്രിയിൽ പാല് കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ഇനി ഇവിടുന്ന് തുടങ്ങിയതാണോ എന്നുള്ളത് പഠിക്കണം. ഇനി പ്രത്യേകം നല്ല പാല്, പശുവും പാല്, വെള്ളം ചേർത്തിട്ടുള്ള സാധനമല്ല, നല്ല പാല് കിട്ടുമെങ്കിൽ അതല്പം കുടിക്കുന്നതല്ല. അത് കുടിച്ചാൽ കഫക്കെട്ടുണ്ടാകും ഉസ്താവേ, എന്നാൽ നിന്നെ ചികിത്സിക്കൽ നിർബന്ധമാണ്. നിനക്ക് എന്തോ അസുഖമുണ്ട്. ചിലർ അങ്ങനെ പറയും, എനിക്ക് പാല് കുടിച്ചാൽ കഫമാണ്.
നിനക്കൊന്നെന്തോ പിത്തോ നിന്റെ ശരീരത്തിൽ എന്തോ പ്രശ്നമുണ്ട്, ചികിത്സിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചിരുന്നു പാല്. കണ്ടോ, പാല് എന്ന് പറയുന്നത് ശാസ്ത്രം തന്നെ പറയുന്നു എല്ലാം അടങ്ങിയിട്ടുള്ളതാകുന്ന പരിപൂർണമായ സമ്പൂർണ്ണ ഒരു ആഹാരമാണത്, അല്ലേ? ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടുണ്ട്. നബി തങ്ങൾ 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ചു, പാലൊഴികെ ബാക്കി എന്ത് വസ്തു കുടിക്കാനും കഴിക്കാനും കിട്ടിയാൽ അല്ലാഹുമ്മ ർസുഖ് ലനാ ഖൈറൻ മിൻ ഹാദാ, ഇതിനേക്കാൾ ഖൈർ എനിക്ക് തരണേന്ന് ദുആ ചെയ്യണം. പാല് കിട്ടിയാൽ എനിക്ക് ഇത് അധികരിപ്പിക്കണേ, ഇതിൽ ബറക്കത്ത് ചൊരിയണേ എന്ന് ദുആ ചെയ്യണം ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഡെയിലി 1/2 ഗ്ലാസ് പാലെങ്കിലും നല്ല ആട്ടിൻപാലോ പശുവും പാലോ കുടിക്കുക, മക്കൾക്ക് അത് കൊടുക്കുകയും ചെയ്യാം, നല്ലതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സാധിക്കുന്നവർ കേട്ടോ, സാധിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കിടയിൽ വാഹനം നിർത്തി പ്രവാചകർ 2 റക്അത്ത് നിസ്കരിച്ചു, നിസ്കാരങ്ങൾ കറക്റ്റ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതാ പാല് കൊടുക്കുന്നു, കുടിക്കുന്നു, യാത്ര തുടരുന്നു. ക്ഷീണം മാറ്റിയിട്ട് യാത്ര പോവാ. സുബ്ഹാനല്ലാഹ്, ബുറാഖ് എന്ന വാഹനത്തിലാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുബ്ബത്തു സഹറായിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പവിത്രമാക്കപ്പെട്ടതായ വാഹനത്തിൽ, ബുറാഖ് എന്ന കമനീയ വാഹനത്തിൽ എന്നെ കയറ്റിക്കൊണ്ടിതാ യാത്ര പോവുകയാണ്. ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തുമ്പോ ആകാശത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് മലക്ക് ചോദിക്കുകയാണ്, മൻ അന്ത, ആരാണ് നീ, ആരാണ് നീ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അന ജിബ്രീലു, ഞാൻ ജിബ്രീലാണ്, ജിബ്രീലാണ്. വമൻ മഅക, നിന്റെ കൂടെ ആരാണ്? മഈ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ കൂടെയുള്ളത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അദ്ദേഹത്തിലേക്കാണോ നിന്നെ നിയോഗിക്കപ്പെട്ടത്? നഅം, എന്നെ അദ്ദേഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹത്തിലേക്ക് പറഞ്ഞു വിളിച്ചു കൊണ്ടുവരാനാണ് അള്ളാഹു എന്നെ അയച്ചിട്ടുള്ളത്. ഒന്നാം ആകാശം തുറക്കപ്പെടുകയാണ്, തുറക്കപ്പെടുകയാ. സുബ്ഹാനല്ലാഹ്, ഫൈദം ബിറജുലിൻ ഖായിദുൻ, അവിടെ ഒരു മനുഷ്യനതായിരിക്കുകയാണ്. വഅലാ യമീനിഹി അസ്വിദാ വഅലാ ശിമാലിഹി അസ്വിദത്തുൻ ഉഖറാ, അദ്ദേഹത്തിന്റെ വലതുഭാഗത്തൊരു തലയിണയുണ്ട്, ഇടതുഭാഗത്തും ഒരു തലയിണയുണ്ട്. വലതുഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്, ഇടതുഭാഗത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം കരയുകയാണ്. ആരാണിത് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് ചോദിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഹാദാ ആദമോ അവ്വലു ഖൽഖിൻ മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആദിമ മനുഷ്യനായ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം എന്ന മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആദം നബിയിലേക്ക് ഞാനൊന്ന് നോക്കിപ്പോയി. ആദം നബി അലൈഹിസ്സലാം 60 അടി ഉയരമാണ്, ഉയരമാണ് 60 അടി. സുബ്ഹാനല്ലാഹ്, 2 തെങ്ങിന്റെ ഒക്കെ പൊക്കമാണ് ആർക്ക്? സയ്യിദുന ആദം അലൈഹിസ്സലാം. എന്താണ് അദ്ദേഹം വലത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നത്, ഇടത്തേക്ക് നോക്കിയിട്ട് കരയുന്നത്? വലത്തേക്ക് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് വരാനിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസിനികളെയാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്ന സജ്ജനങ്ങളെയാണ്. അവരുടേതാകുന്ന സൽപ്രവർത്തനങ്ങൾ കണ്ടിട്ട് അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്. ഇടത്തേക്ക് നോക്കുമ്പോൾ തിന്മകൾ ചെയ്യുന്നവരെ കാണുകയാ, കള്ളു കുടിക്കുന്നവരെ കാണുകയാണ്, വ്യഭിചരിക്കുന്നവരെ കാണുകയാണ്, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരെ കാണുകയാണ്. അത് കാണുമ്പോൾ അദ്ദേഹം കരയുകയാണ്. അതിശക്തമായി കരയുകയാണ്. അതാണ് അദ്ദേഹം വലത്തോട്ടും ഇടത്തോട്ടും നോക്കി നോക്കി നിൽക്കുന്നത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി, ആദരവായ പ്രവാചകനെ പറയുകയാണ്. ആദം നബി അലൈഹിസ്സലാം ഉടനെ തന്നെ മുത്തുനബിയെ കണ്ടപ്പോ ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, മർഹബാ മർഹബാ
ബിന്നബി സ്സാലിഹ് വൽ ഇബ്നി സ്സാലിഹ്. സാലിഹായ പൊന്നുമോനെ സ്വാഗതമാണ്, സ്വാഗതമാ, കടന്നു വരൂ, കടന്നു വരൂ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതമരുളുകയാണ്, സ്വാഗതമരുളുകയാണ്. പൊന്നുമോനെ കടന്നു വരൂ, കടന്നു വരൂ. ഒരു പ്രവാചകന് പോലും കിട്ടാത്ത നേട്ടമാണ് അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്നത്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ നേർക്ക് നേരെ കാണാനുള്ള അവസരമാണ്. അൽഹംദുലില്ലാഹ്, കടന്നു വരൂ പൊന്നുമോനെ. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടുകൂടി പോവുകയാണ്. നബി തങ്ങൾക്ക് ഖൈറും ബറക്കത്തും വേണ്ടി ദുആ ചെയ്യുകയാണ്. രണ്ടാം ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയപ്പോ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയാണ്. ആരാണ് നീ? പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്. നിന്റെ കൂടെയുള്ളത് ആരാണ്? മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അദ്ദേഹത്തിലേക്കാണോ നിയോഗിക്കപ്പെട്ടത്, അയക്കപ്പെട്ടത്? അതെ എന്ന് പറയേണ്ട താമസം രണ്ടാം ആകാശവും തുറക്കുകയാണ്. ആദരവായ പ്രവാചകർ പറയുകയാണ്, പ്രായാധിക്യ സമയത്ത് മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ മഠത്തിൽ വരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരിട്ടു കൊണ്ട് ഇറക്കി നൽകിയ തന്റെ പ്രിയപ്പെട്ടതാകുന്ന പൊന്നുമോനില്ലയോ, യഹ്യ എന്ന പൊന്നുമോനില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായാധിക്യ സമയത്ത് സക്കരിയ നബിക്ക് സമ്മാനിച്ചതായ യഹ്യ നബി അലൈഹിസ്സലാം ആകാശ ലോകത്ത് നിൽക്കുകയാണ്, നിൽക്കുകയാണ്. തീർന്നില്ല. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം രണ്ടുപേരും കൂടി സ്വാഗതം പറയുകയാണ്. മർഹബാ ബിന്നബി സ്സാലിഹ് വൽ അഖി സ്സാലിഹ്. പ്രവാചകത്വത്തിൽ സഹോദരനായ നബിയെ കടന്നു വരിക റസൂലേ. അള്ളാഹുവിനെ കാണാനുള്ള അവസരമാണ്, അവസരമാണ്. ആദരവായ പ്രവാചകർ രണ്ടാം ആകാശവും കഴിഞ്ഞ് മൂന്നാം ആകാശത്തേക്ക് പോകുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, മാഫിസ് സമാഇ മൗദിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശ ലോകത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല സാബ. അവിടെയെല്ലാം മലക്കുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെയെല്ലാം മലക്കുകളുടെ സാന്നിധ്യമാണ്, സാന്നിധ്യമാ. ആ മലക്കുകൾക്കിടയിലൂടെ ഞാൻ ഇതാ മൂന്നാം ആകാശത്തേക്ക് ചെല്ലുകയാണ്. മൂന്നാം ആകാശത്തിന്റെ ചുവട്ടിലെത്തിയപ്പോ മുമ്പ് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്, മറുപടികൾ നൽകപ്പെടുകയാണ്. ഉടനെ മൂന്നാം ആകാശം തുറക്കപ്പെടുകയാണ്. യൂസുഫ അലൈഹിസ്സലാം, സൗന്ദര്യ സ്വരൂപനായ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാഗതം അരുളിക്കൊണ്ട് നിലകൊള്ളുകയാണ്. മർഹബാ ബിന്നബി സ്സാലിഹ് വൽ അഖി സ്സാലിഹ്. കടന്നു വരൂ നബിയേ, കടന്നു വരൂ റസൂലേ. അല്ലാഹുവിനെ കാണാൻ കിട്ടിയ ചാൻസാണ്. വിഷമത്തിലും ദുഃഖത്തിലും നിലകൊണ്ട പ്രവാചകരല്ലേ. കഴിഞ്ഞ ഒരു വർഷമായി ഭാര്യ മരിച്ചതിന്റെ വേർപാട് നിലകൊണ്ടവരല്ലേ. ഖദീജ ബീവി പോങ്ങിയത് താങ്ങാതെ വിഷമിച്ച് നിലകൊണ്ട പ്രവാചകരല്ലേ. താങ്ങായി തണലായി വർത്തിച്ചതാകുന്ന ശത്രുക്കൾക്കെതിരിൽ തനിക്ക് എല്ലാവിധ സഹായവുമായി നിലകൊണ്ടതായ പിതൃവ്യനാകുന്ന അബൂ താലിബ് വേർപെട്ടതിന്റെ നൊമ്പരത്തിൽ കഴിഞ്ഞ ഒരു വർഷം ദുഃഖിച്ചിരുന്ന പ്രവാചകരല്ലേ. ആശ്വാസത്തിന്റെ തെളിനീരായി അള്ളാഹുവിനെ കാണാനുള്ള ചാൻസാണ് റസൂലേ. കയറൂ ഹബീബേ, കയറൂ ഹബീബേ. ലോകത്തൊരു സൃഷ്ടിക്കും അല്ലാഹു നൽകാത്ത അതിമഹത്തായ അനുഗ്രഹമാണ്. അല്ലാഹുവിനെ കാണാനുള്ള കാഴ്ചയാണ്. നാലാം ആകാശത്തേക്ക് ചെല്ലുന്നു. വാതിൽ തുറക്കപ്പെടാൻ പറയുന്നു. ആരാണെന്ന് ചോദിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമാണെന്ന് മറുപടി നൽകുകയാണ്. കൂടതയുള്ളത് ആരാണ്? മുഹമ്മദ് നബിയാണ്. വാതിൽ തുറക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫൈദം ബി ഇദ്രീസ് അലൈഹിസ്സലാം.
ഇദ്രീസ് അലൈഹിസ്സലാം സ്വാഗതം അരുളുകയാണ്. മർഹബാ മർഹബാ ബിന്നബി സാലിഹ് വൽ അഖി സാലിഹ്. അല്ലാഹുവിന്റെ റസൂലിന് സ്വാഗതം അരുളിക്കൊണ്ട് വീണ്ടും പോകുകയാണ്. അഞ്ചാനാകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഇതാ ജിബ്രീൽ അലൈഹിസ്സലാം വാതിൽ തുറക്കാൻ ചോദിക്കുമ്പോ ആരാണ് നീ, ആരാണ് നീ? ഇത് സയ്യിദുൽ മലായികയാണ്, മലക്കുകളുടെ നേതാവാണ്. ഇത് റൂഹുൽ ഖുദ്സാണ്, ആദരവായ പ്രവാചകരടക്കം അംബിയാ മുർസലീങ്ങൾക്ക് വഹി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായ വ്യക്തിത്വമാണ്. മലക്കാകുന്ന ജിബ്രീലാണ്, ജിബ്രീലാണ്. കൂടെയുള്ളതോ സയ്യിദുൽ അംബിയാ ആണ്, സർവ്വ അംബിയാക്കളുടെയും നേതാവാണ്. ഈ പ്രവാചകർക്ക് വേണ്ടി തന്നെയാണ് ഈ ലോകം തന്നെ പടക്കപ്പെടട്ടത്, ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കപ്പെട്ടത്. വാതിൽ തുറക്കുകയാണ്. സുബ്ഹാനല്ലാഹ് ഫൈദം ബിഹാറൂൻ അലൈഹിസ്സലാം. അഞ്ചാൻ ആകാശത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാം നിലകൊള്ളുകയാ. മർഹബാ ബിന്നബി സാലിഹ് വൽ അഖി സാലിഹ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വാഗതം അരുളിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. വദഅലഹു ബിഖൈരിൻ വബറക. സർവ്വ അംബിയാക്കളും ചെയ്തതുപോലെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ദുആ ചെയ്യുകയാ, ഖൈറിനും ബറക്കത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആറാൻ ആകാശത്തേക്ക് ചെല്ലുകയാണ്. ആരാണ് നീ? ജിബ്രീലാണ്. ആരാണ് കൂടെയുള്ളത്? മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. വാതിൽ തുറക്കുകയാണ്. ആറാൻ ആകാശം തുറന്ന് മുകളിലേക്ക് കയറുമ്പോ ഫൈദം ബികലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിൽപ്പുണ്ട്. മൂസാ നബിയും സ്വാഗതം പറയുകയാണ്. മർഹബാ ബിന്നബി സാലിഹ് വൽ അഖി സാലിഹ്. പ്രവാചകത്വത്തിൽ സഹോദരനായ മുഹമ്മദേ, കടന്നു വരൂ മുഹമ്മദേ. എനിക്ക് പോലും കിട്ടാത്ത വലിയ ചാൻസാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് റസൂലേ. അല്ലാഹുവുമായിട്ട് ഇന്ന് വരെ നേരിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സംസാരിച്ചവനാണ്, കലീമാണ്, പടച്ച റബ്ബുമായി സംസാരിച്ചവനാണ്. തുരിസിനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെരുപ്പ് താഴെ വെച്ചിട്ട് പല പ്രാവശ്യവും കയറി ചെന്ന് അല്ലാഹുവുമായി നേരിട്ട് സംസാരിച്ചവനാ. പക്ഷെ അല്ലാഹുവിനെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. പ്രകാശത്തിന്റെ ശോണിമയിൽ നിന്ന് ഒരൽപ്പത്തിനെ നോക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അല്ലാഹുവുമായി കാണാനുള്ള കൊതി എന്റെ മനസ്സിൽ വല്ലാതെ കടന്നു വന്നപ്പോ ഒരിക്കൽ അല്ലാഹുവിനോട് ഞാൻ നിർബന്ധം വെക്കുകയാണ്. പടച്ച റബ്ബേ, നിന്റെ കോടാനു കോടാനു കോടി മറയൊന്ന് നീക്കി എനിക്ക് നിന്നെയൊന്ന് കാണണം അല്ലാ, നിന്നെയൊന്ന് നേരിട്ടൊന്ന് ദർശിക്കണം അല്ലാ. അല്ല പറഞ്ഞു, മൂസാ നീ അതിനു വേണ്ടി ശ്രമിക്കണ്ട മൂസാ, നിനക്കതിന് സാധിക്കില്ല മൂസാ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ നീ വിചാരിച്ചാൽ കഴിയുമല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൂരി സീനാ പർവ്വതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ വന്നുകൊണ്ട് സംസാരിച്ചതായ പ്രവാചകന് അവസരം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആകാശത്തിന്റെ അധിപനായ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ, കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂചരങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന് അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേർക്ക് നേരെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം പരിശ്രമിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോടാനു 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 കോടി വരുന്നതായ പ്രകാശത്തിന്റെ ഒരംശം ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെ കാണിക്കുമ്പോ ഫഖറ മൂസാ സയഖാ
മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുവത്രേ, ബോധരഹിതനായി പോയത്രേ. അല്ലാഹുവിന്റെ പ്രകാശം താങ്ങാൻ സാധിച്ചില്ല. കാരണം അല്ലാഹു പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ തന്നെ അല്ലാഹു പറഞ്ഞില്ലയോ, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയാകുന്ന അല്ലാഹുവിൽ നിന്ന് ഒരൽപ്പം ശോണിമ കടന്നു വന്നപ്പോ, ഒരൽപ്പം പ്രകാശത്തിന്റെ ശോണിമ കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീഴുകയാണ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാണ് അല്ലാഹ്. ആ പ്രകാശത്തിൽ അല്പം അടിച്ചു വീശിയപ്പോൾ തന്നെ താങ്ങാൻ പറ്റാതെ ബോധരഹിതനായി വീഴുകയാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന് ജീവിതത്തിൽ കിട്ടാത്ത ഏറ്റവും വലിയ സൗഭാഗ്യം ആദരവായ പ്രവാചകർക്ക് ലഭിക്കാൻ പോയാണ്. ആ പ്രകാശത്തിന്റെ സ്വരൂപനായ അല്ലാഹുവിനെ നേർക്ക് നേരെ കാണാൻ പോകുകയാ. മൂസാ നബി അലൈഹിസ്സലാം സ്വാഗതമരുളുകയാണ്. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ അഖി സ്വാലിഹ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും യാത്ര പോവുകയാണ്. ഏഴാമത്തെ ആകാശത്തിലേക്ക് കടക്കുമ്പോ ചോദിക്കപ്പെടുകയാണ്, ആരാണ് നീ? ജിബ്രീലാണ്. ആരാണ് നിന്റെ കൂടെയുള്ളത്? മുഹമ്മദാണ്. ഇദ്ദേഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. അതെ, ഇദ്ദേഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. ഏഴാം ആകാശവും തുറക്കപ്പെടുകയാണ്. 7 ആകാശങ്ങളാണുള്ളത്. ഏഴാമത്തെ ആകാശവും തുറക്കപ്പെടുകയാണ്. ഫൈദം ബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏഴാം ആകാശത്ത് കാത്തിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വാഗതം അരുളുകയാ. മർഹബാ 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 ബിന്നബി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്. എന്റെ പൊന്നുമോനെ, എന്റെ മകനാകുന്ന ഇസ്മായിലിന്റെ പരമ്പരയിൽ കടന്ന മുഹമ്മദേ, കടന്നു വരുക. സ്വാഗതമാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി, ഖൈറിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് വല്ലിപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആദരവായ പ്രവാചകർ യാത്ര തുടരുകയാണ്. അല്പം മുമ്പ് എളാമയുടെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ ഹൃദയം കീറിയിട്ട് ആ ഹൃദയത്തെ പ്രകാശം കൊണ്ട് നിറയ്ക്കുകയാണ്, തത്വജ്ഞാനം കൊണ്ട് നിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് പോകാൻ വേണ്ടി ശരീരത്തെ പാകപ്പെടുത്തുകയാ. ശസ്ത്രക്രിയക്ക് ശേഷം ഇതാ പരിശുദ്ധമായ പവിത്രമായ പള്ളിയിലേക്ക് കൊണ്ടുവന്ന്, കഅബ ശരീഫിലേക്ക് കൊണ്ടുവന്ന് 7 പ്രാവശ്യം തവാഫ് ചെയ്യിച്ചിട്ട് പുണ്യമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുവരുകയാണ്.
2 റക്അത്ത് നിസ്കരിക്കുകയാണ്. എല്ലാ അമ്പിയാക്കൾക്കും നേതൃത്വമായി ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിച്ച് തൊട്ടടുത്തുള്ളതാകുന്ന കുബ്ബത്തു സഹറായിൽ നിന്ന് അല്പം പാല് കുടിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഒന്നാം ആകാശത്ത് ആദം നബി സ്വാഗതമരളി, 2 ബഹുമാനപ്പെട്ട ഈസാ നബിയും യഹ്യാ നബി അലൈഹിസ്സലാമും സ്വാഗതമരളി, 3-മത്തതിൽ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാഗതമരളി, 4-മത്തത് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വാഗതമരളി, 5-ാം ആകാശത്തിൽ ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമും 6-ൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സ്വാഗതമരുളുകയാണ്. തീർന്നില്ല 7 ആകാശങ്ങൾക്കപ്പുറം വീണ്ടും യാത്ര പോവുകയാണ്. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് പ്രകാശത്തിന്റെ ശാന്തമായ തീരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലു വഖഫ് ഫീ ശദ്ദിഹി റഅബൻ ഫവദ്ദഅഹാ ഖതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ലോകർക്ക് ഒരാൾക്കും കിട്ടാത്ത നേട്ടമാണ് നബിയെ. തങ്ങൾക്കിതാ കടന്നു വന്നിരിക്കുന്നത് റസൂലേ. ഈ പ്രകാശത്തിന്റെ ശാന്തല തീരം വരെ ഈ പാവപ്പെട്ട ജിബ്രീലിനെ കടക്കാൻ കഴിയോ? ഇനി അങ്ങോട്ട് കടന്നാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും റസൂലേ. അതുകൊണ്ട് തങ്ങളെ മുന്നോട്ട് പോകുക റസൂലേ. ലാ തഖഫ്, തങ്ങൾ പേടിക്കണ്ട. ഇനി അങ്ങോട്ട് തങ്ങൾ ഒറ്റയ്ക്കാണ് റബ്ബിനെ കാണാനുള്ളത്. ഒറ്റയ്ക്കാണ് തങ്ങൾ വന്നത്. ഒറ്റയ്ക്ക് നിന്നാണ് തങ്ങൾ ജയിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അള്ളാഹുവിനെ നേർക്ക് നേരെ കാണേണ്ടതും തങ്ങളാണ് റസൂലേ. ഈ ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണദൂതർ നബിയേ തങ്ങളല്ലേ ഹബീബേ. ഈ ആകാശ സീമകളെ സൃഷ്ടിച്ചതും തങ്ങൾക്കല്ലേ ഹബീബേ. 7 ഭൂമികളെ പടച്ചതും നബിയേ തങ്ങൾക്കല്ലേ റസൂലേ. അവിടുന്ന് നേതാവാണ്, ജേതാവാണ്, സയ്യിദുൽ അംബിയ ആണ്. കടക്കൂ റസൂലേ. ആദരവായ പ്രവാചകർ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കടക്കുകയാണ്. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. എന്നെന്നും നിലനിൽക്കുന്നവനും ജീവിച്ചിരിക്കുന്നവനുമായ അല്ലാഹുവിനെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് നബിയെ മനസ്സ് സായൂജ്യമണിയൂ റസൂലേ. ആഹ്ലാദ ചിത്തരാകൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂല് കടക്കുകയാണ്. അല്ലാഹുവിനെ നേർക്ക് നേരെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. വന്നജ്മി ദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد وما رأى لقد رأى من آيات ربه الكبرى. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നജ്മിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അമ്പും വില്ലും എത്രമാത്രം ചേർന്ന് നിൽക്കുമോ അത്രമാത്രം ചേർന്നിരുന്നുകൊണ്ട് അല്ലാഹുവും റസൂലും നേർക്ക് നേരെ കാണുകയാണ്. രണ്ടുപേരും സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കടന്നു ചെല്ലുമ്പോൾ തന്നെ ലോകൈക ഗുരു പറയുകയാണ് അത്തഹിയാത്തുൽ മുബാറകാത്ത് അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്
എല്ലാ തിരുമുൾ കാഴ്ചകളും അല്ലാഹുവേ നിനക്കാണ്, അഖില സ്തുതിയും നിനക്കാണ് അല്ലാ. ഈ പാവപ്പെട്ട മുഹമ്മദിൽ നിന്ന് സ്വീകരിക്കണേ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂല് തഹിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു നേരിട്ട് മുത്തുനബിയോട് പറഞ്ഞു അത്രേ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയേ നബിയേ, അല്ലാഹുവിന്റെ കാരുണ്യം തങ്ങൾക്കാണ്, അല്ലാഹുവിന്റെ ഗുണാംശയും തങ്ങൾക്കാണ്, അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും നബിയേ തങ്ങൾക്കാണ്. റസൂലേ കടന്നു വരൂ ഹബീബേ. അമ്പും വില്ലും എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവോ അതിനേക്കാൾ അടുത്ത് അല്ലാഹുവും അവൻ റസൂലും നേർക്ക് നേരെ ചേർന്നിരിക്കുകയാണ്. മാ സാഗൽ ബസറു വമാ തഗാ. കണ്ണ് ഇമ വെട്ടാതെ അല്ലാഹുവിനെ നേർക്ക് നേരെ കാണുകയാണ്, ആനന്ദ സായുജ്യം അണിയുകയാണ്. ഇതിനേക്കാൾ വലിയ സായുജ്യമുണ്ടോ? പഠിക്കണേ മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂലല്ലേ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി, ഹബീബായ നബി തങ്ങളല്ലേ. ആ പ്രവാചകർ പോലും അല്ലാഹുവിനെ കണ്ട് മതിമറക്കുകയാണ്. കാരണം അല്ലാഹുവാണ് ലോകത്തെ ഏറ്റവും സുന്ദരനായ വ്യക്തി, അത് അല്ലാഹുവാണ്. അല്ലാഹുവാ. ഈ ലോകത്ത് നീ കണ്ടിട്ടുള്ളതായ ഒരു സിനിമാ നടനോ ഒരു സിനിമാ നടിക്കോ ആകാര സൗഷ്ഠവമില്ല, അംഗലാവണ്യങ്ങളില്ല. ഈ ഭൂമുഖത്ത് നീ കണ്ടിട്ടുള്ള ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയായി നീ പരിചയപ്പെടുത്തിയത്, മനുഷ്യരിൽ നീ കണ്ടിട്ടുള്ളത് മുഹമ്മദ് നബിയാണ് എങ്കിൽ ആ മുഹമ്മദ് നബിയെ പടച്ചതായ അല്ലാഹു എത്ര സുന്ദരനാണ്, സുന്ദരനാണ്. 7 ആകാശങ്ങളെ പടച്ചവൻ അവനാണ്. ഈ ഭൂമികളെ സൃഷ്ടിച്ചതും ഈ ജീവജാലങ്ങളെ വിധാനിച്ചു തന്നതും ഈ ഭൂമിയിലുള്ള പച്ച പരവതാനികളെ സൃഷ്ടിച്ചതും അല്ലാഹുവല്ലേ, അല്ലാഹുവല്ലേ. നമ്മൾ കാണുന്നതായ വർണ്ണ നിറത്തിലുള്ള മത്സ്യങ്ങളെ പടച്ചതും നല്ല കളകാരവും മുറക്കിക്കൊണ്ടൊഴുകുന്നതായ വെള്ളത്തിലൂടെ നീന്തി തുടിക്കുന്നതായ മനോഹരമായ മത്സ്യങ്ങളെ പടച്ചതും അല്ലാഹുവല്ലേ, അല്ലാഹുവല്ലേ. നല്ല നല്ല പക്ഷികളെ പടച്ചതും അല്ലാഹുവാണ്. ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും കാണാൻ കൗതുക മുത്തുകളെയും പടച്ചത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. നീ ഏറ്റവും സൗന്ദര്യമായി കാണുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പടച്ചതും അല്ലാഹുവാണ്. നിന്റെ ഭർത്താവിനെ പടച്ചതും അല്ലാഹുവാണ്. യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകനെയും സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വത്തെയും പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹു തന്നെയാണ് ലോകത്തുള്ള സർവ്വ പാർക്കുകളും പടച്ചത്. നിന്റെ കണ്ണിന് ആനന്ദമായ മാളുകൾ പടച്ചത്. ഈ ഭൂമിയിലുള്ളതാകുന്ന സർവ്വ സസ്യലതാദികളെയും വൃക്ഷലതാദികളെയും നിന്റെ കണ്ണിന് കുളിർമയുള്ള വസ്തുക്കളെയും പടച്ചത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. നിനക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന, നീ ഇന്ന് വരെ കാണാത്ത എന്നാൽ കാണാൻ കൊതിക്കുന്ന സ്വർഗത്തെയും അതിലുള്ള സർവ്വ വസ്തുക്കളെയും പടച്ചത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. ഇതിനെയെല്ലാം പടച്ച് പരിപാലിക്കുന്ന പടച്ചറബ് എത്ര വലിയ സൗന്ദര്യവാനാണെന്ന് ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്. പടച്ചറബിനെ നേരിട്ട് കാണുകയാണ്, 50 വഖത്ത് നമസ്കാരം കൊടുക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോരുമ്പോഴാണ്, 6ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഈ നിസ്കാരവുമായി പോകല്ലേ, 50 വഖത്ത് നമസ്കാരം നിന്റെ ഉമ്മത്ത് അമൽ ചെയ്യൂല, ചെയ്യൂല. ഞാൻ എന്റെ ഉമ്മത്താകുന്ന ഇസ്രായേലി ജനതയോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചവനാണ്, ഇബാദത്തുകൾ കൊണ്ട് കൽപ്പിച്ചവനാണ്. അവർ പിറകോട്ട് നിന്ന ചരിത്രം എനിക്കുണ്ട്. അതുകൊണ്ട് 50 വഖത്ത് ചുരുക്കി വാങ്ങണേ മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പോവുകയാണ്, വീണ്ടും അല്ലാഹുവിനെ കാണുകയാണ്. 9 പ്രാവശ്യം തിരിച്ചു നടത്തിച്ചത്രേ. 9 പ്രാവശ്യം നേരിട്ട് അല്ലാഹുവിനെ വീണ്ടും വീണ്ടും കാണുകയാണ്. ഒന്നല്ല 9 വട്ടം അല്ലാഹുവിനെ കണ്ട് അവസാനം 5 വെച്ച് ചുരുക്കി 5 വഖത്ത് നമസ്കാരമാക്കി കൊടുത്തിട്ട് മുത്തുനബിയോട് പറയുന്നു, റസൂലേ ഇതിൽ 1 വഖത്ത് നിർവഹിച്ചാൽ 10 വഖത്തിന്റെ പ്രതിഫലം നൽകും റസൂലേ. 5 വഖത്ത് നിർവഹിച്ചാൽ 50 വഖത്തിന്റെ പ്രതിഫലമാണ്. ചെയ്യുമോ റസൂലേ? ചെയ്യാം അല്ലാഹുവേ. അല്ലാഹുവിന്റെ റസൂല് സന്തോഷത്തോടുകൂടി മടങ്ങുകയാണ്. 6ാം ആകാശത്ത് നിലകൊള്ളുന്ന മൂസാ നബി വീണ്ടും പറയുകയാണ്,
തിരിച്ചു പോകണം റസൂലേ, ഇത് നിന്റെ ഖൗമ് ചെയ്യൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല, എന്റെ സമുദായത്തിന് ഒരു ഓഫർ കൂടി ഞാൻ നൽകുന്നതാണ്. ഇനിയും ഞാൻ തിരിച്ചു പോയാൽ 5 വീതമാണ് പടച്ച റബ്ബ് വാങ്ങുന്നത്. ഇനി അങ്ങോട്ട് പോകുന്നതിന് ഞാൻ ലജ്ജിക്കുകയാണ്. കാരണം ബാക്കിയുള്ള 5 കൂടി പടച്ച റബ്ബ് എടുത്തു കളഞ്ഞാൽ എന്റെ ഉമ്മത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇല്ലാതായി പോകുന്നതാണ്. എന്താണ് ഉമ്മത്തിന് വേണ്ടതായ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ വന്നുകൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, മൻ സറഹു അയ്യൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിദ് അല സലവാതിൽ ഖംസ. അല്ലാഹുവിനെ നേർക്ക് നേരെ കണ്ടിട്ട് വന്ന പ്രവാചകർ കൊണ്ടുവന്ന 5 വഖത്ത് നമസ്കാരം ഈ ഉമ്മത്തിന്റെ കൈവെള്ളയിൽ നൽകിയിട്ട് പറയുകയാണ്, സമൂഹമേ, ഞാൻ കണ്ടതുപോലെ അല്ലാഹുവിനെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണണമെന്ന് ആശയുണ്ടോ? ഫൽയുഹാഫിദ് അല സലവാതിൽ ഖംസ. നിങ്ങൾക്ക് ഞാൻ ഈ നൽകിയ, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി നൽകിയ 5 വഖത്ത് നമസ്കാരം അതൊന്ന് മുറുകെ പിടിക്കണേ. ഒരു വഖത്ത് പോലും ഖളാ ആക്കാതെ ശ്രദ്ധിക്കണേ. എങ്കിൽ അല്ലാഹുവിനെ നേർക്ക് നേരെ കാണാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഈ ദുനിയാവിൽ എനിക്ക് 3 കാര്യങ്ങളാണ് ഇഷ്ടമുള്ളത്. ഒന്ന് അത്തർ തേക്കലാണ്, സുഗന്ധമാണ്. മറ്റൊന്ന് എന്റെ ഭാര്യയാണ്. മൂന്നാമത്തേത് വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കരിക്കാൻ കൺകുളിർമയാകലാണ്. അതാണ് നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം.